മാർക്കോ കണ്ട എല്ലാവർക്കും ആക്ഷനേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെട്ട മറ്റൊരു കാര്യമുണ്ട്, ഡിഫൻഡർ. നമ്മളെ ഓരോരുത്തർക്കും ഡിഫൻഡർ എന്നത് ഒരു സ്വപ്നം തന്നെ ആയിരിക്കാം. കാർ പ്രേമികൾക്ക് തീർച്ചയായിട്ടും ഡിഫൻഡർ എന്നത് ഒരു സ്വപ്ന വാഹനം തന്നെയാണ്. എന്നാൽ ഡിഫൻഡറിന്റെ റോഡ് പ്രൈസ് നമുക്ക് താങ്ങാൻ സാധിക്കില്ല. എന്നാൽ അതിനൊരു പരിഹാരവുമായി കമ്പനി ഇപ്പോൾ രംഗത്ത് വരികയാണ്. ഡിഫൻഡറിന്റെ ഏറ്റവും പുതിയ വാഹനം നമുക്ക് എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ട് കമ്പനി തന്നെ നൽകും. കുന്നും മലയും കീഴടക്കാൻ പറ്റിയ ഒരു സ്പോർട്സ് കാർ ആയിട്ടും അതുപോലെ തന്നെ ലക്ഷറി പ്രീമിയം കാറായിട്ടും നമുക്ക് ഡിഫൻഡറിനെ കാണാൻ സാധിക്കും. ഡിഫൻഡറിന്റെ പല വേരിയന്റുകൾ മലയാളികൾ സ്വീകരിച്ചു കഴിഞ്ഞതാണ്. എല്ലാ സെലിബ്രിറ്റികളുടെയും ഗ്യാരേജുകളിൽ ഒരു ഡിഫൻഡറെങ്കിലും ഉണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. മമ്മൂട്ടി, പൃഥ്വിരാജ്, മഞ്ജു വാര്യർ, അങ്ങനെ നോക്കുകയാണെങ്കിൽ എല്ലാവരുടെയും കയ്യിൽ ഡിഫൻഡർ ഉണ്ട്. മാത്രമല്ല, ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഇറങ്ങിയ പണി എന്ന മൂവിയിൽ ജോജുവിന്റെ ഏറ്റവും നല്ല കാറായിരുന്നു ഡിഫൻഡർ. ആ ഒരു സിനിമ കണ്ടവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം, സ്വന്തം ഡിഫൻഡറാണ് ജോജു ആ സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. വാഹനപ്രേമികളുടെ ഹൃദയത്തിലേക്കാണ് ആ ഡിഫൻഡർ ഇടിച്ചു കയറിയത് എന്നുള്ളതും മറ്റൊരു കാര്യം. എന്താണെങ്കിലും സിനിമ ഹിറ്റായതിനേക്കാൾ നന്നായി ഡിഫൻഡർ ഹിറ്റായിട്ടുണ്ട്. ഡിഫൻഡർ ഇനി നിങ്ങൾക്കും മേടിക്കാം. കമ്പനി അതിനുവേണ്ടിയുള്ള ഒരു പദ്ധതി തയ്യാറാക്കി കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിനകത്ത് എടുത്തു പറയേണ്ട കാര്യം. എന്താണെങ്കിലും ഒരു പ്രീമിയം ലക്ഷറി സ്പോർട്സ് കാർ നിങ്ങളുടെ ഗ്യാരേജിലും ഉടൻ തന്നെ വരും. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ കമ്പനി ആരംഭിച്ചു കഴിഞ്ഞു. എല്ലാവരുടെയും ഡ്രീം കാറുകളിൽ ഒരു വണ്ടിയായിരിക്കാം ഡിഫൻഡർ. ഡിഫൻഡർ സ്വന്തമാക്കുക എന്നുള്ളത് എല്ലാവരുടെയും സ്വപ്നം തന്നെയാണ്. എന്നാൽ അമിതമായ വില കാരണം ഇത് എല്ലാവരുടെയും സ്വപ്നമായി തന്നെ മനസ്സിലിരിക്കുകയാണ്. അതിനാൽ തന്നെ എല്ലാവർക്കും ഒരു സന്തോഷ വാർത്തയുമായിട്ടാണ് ഇപ്പോൾ ബ്രാൻഡ് വരുന്നത്. അവരുടെ ബേബി ഡിഫൻഡർ പുറത്തിറക്കാൻ ആലോചിക്കുകയാണ് ജാഗ്വാർ ലാൻഡ് റോവർ സിഇഒ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്ന വാർത്ത. ഡിഫൻഡർ സ്പോർട്സ് അല്ലെങ്കിൽ ഡിഫൻഡർ 80 എന്നാണ് പേരിടുന്നതെന്നാണ് സാധ്യത. അവതരിപ്പിക്കുമ്പോൾ ഇലക്ട്രിക് വാഹനമായി ഇറക്കാനാണ് കമ്പനിയുടെ ലക്ഷ്യമെന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഇവയിലേക്ക് മാറി എന്ന് കരുതി ഡിഫൻഡറിന്റെ കരുത്തിനും ലുക്കിനും ഒരു കുറവും വരുന്നിട്ടില്ല എന്നും കമ്പനി ഉറപ്പു പറയുന്നു. ഡിഫൻഡറിന്റെ പരുക്കൻ ലുക്കും കരുത്തും ഗാംഭീര്യമുള്ള രൂപവുമെല്ലാം ഏവരെയും വളരെയധികം ആകർഷിക്കുന്ന ഒന്നാണ്. കഴിവുറ്റ ഓഫ് റോഡർ ആയതിനാൽ തന്നെ കുന്നും മലയും പുഷ്പം പോലെയാണ് ഡിഫൻഡർ കീഴടക്കുന്നത്. ഓഫ് റോഡർ വാഹനമാണെങ്കിൽ കൂടി ഡിഫൻഡറിന് ആഡംബരം നിറഞ്ഞ ക്യാബിനും ലാൻഡ് റോവർ സമ്മാനിക്കുന്നുണ്ട്. അതും സെലിബ്രിറ്റികളുടെ ആകർഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമായി മാറിക്കഴിഞ്ഞു. ഒട്ടുമിക്ക സെലിബ്രിറ്റികളുടെയും കയ്യിൽ ഒരു ഡിഫൻഡർ ഉറപ്പാണ്. ലാൻഡ് റോവർ ഇന്ത്യയിൽ ഡിഫൻഡർ 90, 110, 130 എന്നിങ്ങനെ 3 ബോഡി സ്റ്റൈലുകളിൽ വാഹനം വിൽക്കുന്നുണ്ട്. 90 ഷോർട്സ് വീൽ ബേസ് ആണ് രൂപമാണ്. 110 സ്റ്റാൻഡേർഡ് വീൽ ബേസ് രൂപവും 130 ലോങ് വീൽ ബേസ് പതിപ്പുമുണ്ട്. ഓരോന്നിലും ഡോറുകളുടെ എണ്ണത്തിലും വ്യത്യാസം അനുഭവിക്കാൻ സാധിക്കും. ലാൻഡ് റോവർ ഡിഫൻഡർ നിലവിൽ ഇന്ത്യൻ വിപണിയിൽ ഏകദേശം 1.04 കോടി രൂപ പ്രാരംഭ വിലയിൽ വിൽക്കുന്നത്. എന്നാൽ അതേസമയം ഇതിന്റെ ടോപ്പ് വേരിയന്റിന് ഏകദേശം 1.57 കോടി രൂപ വില വരുന്നുണ്ട്. ഇവ എക്സ് ഷോറൂം വിലകളാണ്. ലാൻഡ് റോവർ ഡിഫൻഡർ ആകെ 8 വേരിയന്റുകളാണ് ഇപ്പോൾ വിൽക്കുന്നത്. ഇതിൽ എൻട്രി ലെവൽ ലാൻഡ് റോവർ ഡിഫൻഡർ 2.0 110X ഡൈനാമിക് HSE വേരിയന്റ് ആണ് പലരും വാങ്ങുന്നത്. ഇതിന്റെ പ്രധാന കാരണം ഇതിന്റെ എക്സ് ഷോറൂം വില ഏകദേശം 1.04 കോടി രൂപ മാത്രമാണ് എന്നുള്ളതാണ്. ഇത് നിരത്തിലെത്തിക്കാൻ ഏകദേശം 1.30 കോടി രൂപയാകും. നിരവധി ആഡംബര സവിശേഷതകൾ നിറഞ്ഞു നിൽക്കുന്നതിന് ഡിഫൻഡറിന്റെ അകത്തളം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ്. PV Pro കണക്റ്റഡ് കാർ ടെക്, മെറിഡിയൻ പ്രീമിയം സൗണ്ട് സിസ്റ്റം, ക്ലിയർ സൈറ്റ് റിവർ വ്യൂ മിറർ, ഡ്രൈവർ അസിസ്റ്റന്റ് ഫംഗ്ഷനുകൾ, 11.4 ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് ഡിസ്പ്ലേ എന്നിവയാണ് പ്രധാന ഹൈലൈറ്റുകളിൽ ചിലത്. ഡിഫൻഡറിന് 345 HP പവർ നൽകുന്ന മൈൽഡ് ഹൈബ്രിഡ് സാങ്കേതിക വിദ്യയുള്ള 3.03 ലിറ്റർ 6 സിലിണ്ടർ ട്വിൻ ടാർബോ ചാർജ് ഡീസൽ എഞ്ചിനാണ് നൽകിയിരിക്കുന്നത്. ഇതൊരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുമായി ജോഡിയാക്കിയിരിക്കുകയാണ്. കൂടാതെ ഓൾ വീൽ ഡ്രൈവും ഇതിനകത്തുണ്ട്. 6.4 സെക്കൻഡിനുള്ളിൽ 0 മുതൽ 100 കിലോമീറ്റർ വരെ വേഗത കൈവരിക്കാൻ ഡീസൽ ഡിഫൻഡറിന്റെ പരമാവധി വേഗത മണിക്കൂറിൽ 191 കിലോമീറ്റർ കൂടിയാണെന്നുള്ളതും മറ്റൊരു സവിശേഷതയായി എടുത്തു പറയുന്നുണ്ട്.